അനുഭവങ്ങളാൽ നിറഞ്ഞതാണ് ജീവിതം. പക്ഷെ ഈ അനുഭവങ്ങളില് ചിലത് മാത്രമേ നമുക്ക് ഇപ്പോഴും മനസ്സിനുള്ളിൽ എടുത്തു വെക്കണം എന്ന് ആഗ്രഹിക്കുന്നതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മറന്നു പോണെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ ഒരുപാട് സിറ്റുവേഷൻസ് കാരണം നമുക്കത് മറക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര വേദന തരുന്നതായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് മറക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോയിലുള്ള കാര്യം അറിയണം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മറക്കാൻ പറ്റാത്ത അനുഭവം എന്താണ്? ഓക്കെ, അപ്പോ മറക്കാൻ പറ്റാത്ത അനുഭവം ഓരോരുത്തർക്കും ഓരോന്നാണ്. കാരണം എല്ലാ മനുഷ്യന്മാരും ഭയങ്കര വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അനുഭവം എന്തായിരിക്കും? ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ മറക്കാൻ പറ്റാത്ത അനുഭവം മേ ബി എങ്ങനെ പറയാം, ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാവുന്ന പാർട്ട്നേഴ്സ് തമ്മിലുണ്ടാവുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, അങ്ങനത്തെ രീതിയിലാവാം. അതേസമയം ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡിലായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ വിശ്വാസ വഞ്ചന ചെയ്യാണ്, അതായത് നമ്മുടെ ട്രസ്റ്റിനെ അവിടെ ബ്രേക്ക് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനകത്ത് വരുന്ന സമയത്ത് മേ ബി നമുക്ക് ഇങ്ങനെ പറയാവുന്നത്. ഇല്ല കേട്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതും എടുക്കാം. നിങ്ങൾ മറക്കണം എന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് മറക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഏതൊരു അനുഭവം ഇതിനകത്ത് വരും. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഗിൽട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് വരാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ ആ സമയത്ത് എന്റെ ഡിസിഷൻ, പൂർ ആയിട്ടുള്ള എന്റെ ഡിസിഷൻ മേക്കിംഗ് കാരണം എനിക്ക് ആ ജോലി എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് അപ്പോൾ ഒരു എസ് എന്ന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലി പോയി. പിന്നെ അതിനുശേഷം വരുന്ന ജോലിയൊന്നും തന്നെ അതിന്റെ അത്ര കാലിബർ ഉള്ള ജോലിയല്ല, അല്ലെങ്കിൽ അതിന്റെ അത്ര സാലറി പാക്കേജ് ഉള്ള ജോലിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ തവണയും നമുക്ക് അടുത്തൊരു എന്താ പറയാ ഒരു താഴ്ചയായിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ അപ്പൊ ആലോചിക്കും, ഞാൻ അത് അപ്പോ എടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടിലൊരു ബെറ്റർ ലൈഫ് കിട്ടിയേനെ. ഇത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനകത്ത് ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ മറക്കാം എന്നുള്ളതിനാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഇൻസിഡൻസിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഇനി അത് എങ്ങനെ മറക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ടാസ്ക് തരാണ്. അതായത് ഞാൻ പറയാണ്, ഈ സൈഡില് ഒരു പറക്കുന്ന ഒരു ആനയുണ്ട്. അപ്പൊ നിങ്ങൾ ആരും തന്നെ അത് ഓർക്കരുത്, അത് മറന്നു പോകണം എന്ന് പറയാണ്. അപ്പൊ ഈ തരുന്ന ടാസ്ക് നിങ്ങൾ എങ്ങനെയാ ചെയ്യാം? സായി പറഞ്ഞു ഇവിടെ ഒരു പറക്കുന്ന ആനയുണ്ട്, ആ ആന മറക്കണം, പറക്കുന്ന ആനയെ മറക്കണം, പറക്കുന്ന ആനയെ മറക്കണം, പറക്കുന്ന ആനയെ മറക്കണം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ തവണയും നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ ഒരു പറക്കുന്ന ആനയുണ്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കുകയാണ്. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലാന്ന് നിങ്ങൾ മറക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കണം എന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മറക്കണം, അത് മറക്കണം, അത് മറക്കണം എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ മറക്കാം? ഓക്കെ, അതിന് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ടാസ്ക് തരാം. നമുക്കൊരു ലബോറട്ടറി സെറ്റിംഗ് ആണെന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ അഴുക്ക് വെള്ളം തരാണ്. അഴുക്ക് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാ പറയാ, ഈ മണ്ണ് കലർന്ന വെള്ളം, ഓക്കെ, ഈ മഡി വാട്ടർ ഓർ ഡേർട്ടി വാട്ടർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ ഞാൻ ഈ അഴുക്കായിട്ടുള്ള വെള്ളം തരാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്, ഈ വെള്ളം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ വെള്ളത്തിന് എന്ത് ചെയ്യാം, രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ അഴുക്ക് വെള്ളത്തിന് നേരെ കമത്തി കളയാം, അതായത് ഒഴിച്ചു കളയാം, അല്ലെ? അപ്പോ ഇങ്ങനെ കളയുന്നതിലൂടെ നിങ്ങൾക്ക് എവിടെ എന്താ കിട്ടുന്നത്, നിങ്ങളുടെ കപ്പിനകത്ത് എന്താവുന്നു, എംപ്റ്റി ആകുന്നു. ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണിത്. അതായത് അവർക്ക് ഒരാളെ മറക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഇതുപോലെ അവരുടെ മെമ്മറീസ് എല്ലാം കളയുന്നു. ഇപ്പൊ എന്താ പറയാ, അവരുടെ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്ത മൊമെന്റ്സ് ഒക്കെ മറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് അവർ പറയും, ഞാൻ മൂവ് ഓൺ ആയി, ഐ ആം സോ ഹാപ്പി നൗ എന്ന് പറയും. ഒരു 5-6 ദിവസം കഴിഞ്ഞ് വെച്ചാൽ ആ ആൾക്കാർ എന്നെ വന്നിട്ട് പറയും, എനിക്ക് എന്റെ ലൈഫിൽ ഭയങ്കര ഒരു എംപ്റ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു വോയിഡ് ഫീൽ. വോയിഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം പോലെ, എനിക്ക് ഞാൻ എന്തോ എന്താണ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് തോന്നുന്നു എന്ന് പറയും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ആ ഗ്ലാസ് ഒഴിച്ചു കളയാണ് ചെയ്തത്, അത് തിരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് ഫില്ല് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചോളൂ. ഈ അഴുക്ക് വെള്ളത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് ടാപ്പ് വാട്ടറിന്റെ അടിയിൽ കാണിക്കാം, അല്ലെ? അപ്പൊ ടാപ്പ് വാട്ടർ എന്താ, ടാപ്പ് വാട്ടറിന്റെ പ്രത്യേകത എന്താ, ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴുകുന്ന സമയത്ത് ഈ മുകളിലുള്ള വെള്ളം എല്ലാം പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ? അങ്ങനെ കുറെ നേരം ഇങ്ങനെ ടാപ്പ് വാട്ടറിന്റെ അണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്താകും, ഈ ചളിവെള്ളം മൊത്തം വെളിയിലോട്ട് പോയിട്ട് ഈ ഗ്ലാസ് പ്യൂരിഫൈഡ് ആകൂലെ? ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. സിറ്റുവേഷൻഷിപ്പ് അല്ല, ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇനി ഒന്നിന് ഫില്ല് ചെയ്യാന്നല്ല. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി വേറൊന്നിലേക്ക് ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്.
അത് പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യാന്നുള്ളതല്ല. അതിന് പകരം നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മുടെ എനർജി നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനായിട്ട് നമ്മൾ ആ എനർജീനെ ഫോക്കസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാ ചെയ്യാം? നമുക്ക് എന്തായാലും ഒരു ഗോൾ ഉണ്ടാവില്ലേ? ആ ഒരു ഗോളിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരുപാട് ചെറിയ 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 സ്മോൾ സ്റ്റെയേഴ്സ് ആക്കി വെക്കാന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ ടോപ്പ് ഗോൾ ഉള്ളത്. പക്ഷെ ഇവിടെ ഓരോരോ സ്റ്റെയേഴ്സ് ആണ്. ഈ സ്റ്റെയേഴ്സ് കയറിയിട്ടാണ് നിങ്ങൾ മുകളിലോട്ട് എത്തുന്നത്. ഓരോ തവണയും നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്ന ആ മെമ്മറീസ് തിരിച്ചു വരികയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അന്ന് ഈ രണ്ട് സ്റ്റെപ്പ് ജമ്പ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ അടുപ്പിക്കും തോറും നിങ്ങൾ ഈ വേണ്ടാന്ന് വിചാരിക്കുന്ന മെമ്മറി നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ എന്ത് ചെയ്യാണ്? പോസിറ്റീവായിട്ട് ഓരോ ദിവസവും നിങ്ങളുടേതായിട്ടുള്ള ഗോളിന് മാത്രം നേരിട്ട് പോകുന്ന സമയത്ത് ഇവിടെയുള്ള സാധനം നമ്മൾ മറക്കണം എന്ന് വിചാരിച്ച സാധനം എന്തായിരിക്കും? തനിയെ അതിന്റെ ലെവൽ എന്തായിരിക്കും? കുറഞ്ഞു വരും. പറയുമ്പോൾ ഈസി ആയിരിക്കും, പക്ഷെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. പക്ഷേ പതിയെ നിങ്ങളുടെ ജീവിതം പഴയ പോലെ ഭയങ്കര സുന്ദരമായിട്ട് തിരിച്ചു കിട്ടും. നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു പ്രത്യേകതയാ. അതായത് നമ്മൾ എപ്പോഴും ഒരു സാധനത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ എനർജി നമ്മൾ വേറൊന്നിലേക്ക് ഇതാക്കാം. കാരണം നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാ? എനർജി കൊണ്ടാണ്. ഓരോ ഹ്യൂമൻ ബീയിങ്ങും എനർജിയാണ്. ഈ എനർജി ഒന്നിന്ന് ഒരു ഭാഗത്തേക്ക് റീപ്ലേസ് ചെയ്യണം, അല്ലാതെ ഈ എനർജി ഒറ്റയ്ക്ക് അവിടെ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗോളിലേക്ക് അറ്റാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മറക്കണം എന്ന് വിചാരിച്ചോ അത് ജീവിതത്തിൽ മറക്കാം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. ബൈ.